ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പെട്ടിക്കകത്തുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡ്യൂറബിൾ ഈക്കോ ഫൈബർ ലെതർ ബാക്ക് ഉള്ള സ്മാർട്ട് ഫോൺ. ഇത് vivo Y200e. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ, അതിലിടാൻ പറ്റുന്ന ഒരു TPU കേസ്, കുറച്ച് ഡോക്യുമെന്റേഷൻസ്, 45 വാട്ടിന്റെ ടൈപ്പ് എ ചാർജർ, ടൈപ്പ് എ ടു ടൈപ്പ് സി USB കേബിൾ, ഒരു സിം എജക്ടർ ടൂൾ. ഗൈസ്, ഈ ബാക്ക് സൈഡ് കണ്ടോ? ഇത് ശരിക്കും ഒരു 3D എംബോസ്ഡ് ലൈൻ ടെക്സ്ചർ ആണുള്ളത്. 2.5D ഫ്ലാറ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ചുറ്റുമുള്ളത് ഒരു മെറ്റാലിക് ഹൈ ഗ്ലോസ് ഫ്രെയിം ആണ്. ഈവൻ ബാക്ക് സൈഡിൽ നമ്മുടെ ക്യാമറ മൊഡ്യൂളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ റിംഗ് ഒക്കെ കൊടുത്ത് ഒരു എസ്തെറ്റിക്കലി കണ്ടു കഴിഞ്ഞ ഒരു ഭംഗിയുള്ളൊരു സ്മാർട്ട് ഫോൺ. ഈ പർട്ടിക്കുലർ കളറിന് സാഫ്രൺ ഡിലൈറ്റ് എന്നാണ് പറയുന്നത്. ഒരു കളറും കൂടി ഉണ്ട്, ബ്ലാക്ക് ഡയമണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡ് തന്നെയാണ്. ഒരു പേറ്റന്റഡ് ആന്റി സ്റ്റെയിൻ കോട്ടിംഗ് ഇതിന്റെ മുകളിലുണ്ട്. ഈവൻ കോഫിയൊക്കെ വീണാൽ പോലും ഇവിടെ സ്റ്റെയിൻ ഒന്നും പിടിക്കില്ല. പോക്കറ്റിലൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ താക്കോലൊക്കെ കൊണ്ടു കഴിഞ്ഞാലും സ്ക്രാച്ച് ആവില്ല, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. ഈവൻ കൈയൊക്കെ സ്വെറ്റ് ആയി കഴിഞ്ഞാലും ഈ ഒരു സ്വെറ്റൊക്കെ ഇതിൽ പിടിച്ചു കഴിഞ്ഞാലും യാതൊന്നും സംഭവിക്കില്ല. ഈവൻ സൺലൈറ്റിലൊക്കെ പോകുമ്പോൾ UV റേസ് അടിക്കുമ്പോൾ പോലും UV ഏജിംഗ് റെസിസ്റ്റന്റ് ആണ്. ആൻഡ് ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. IP54 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഉണ്ട്. ബാക്ക് സൈഡ് മാത്രമല്ല, ഫോണിന്റെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഒരു 6.67 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള അൾട്രാ വിഷൻ AMOLED പഞ്ച് ഹോൾ ഡിസ്പ്ലേ. മൂന്ന് സൈഡിലെയും ബെസൽസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. താഴെ ചെറിയൊരു ചിഹ്നുണ്ട്. 1200 നിറ്റ്സിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഈ സ്മാർട്ട് ഫോണിന്റെ അകത്തുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ യൂസ് ചെയ്താലും യാതൊരു വിസിബിലിറ്റി പ്രശ്നവും ഇല്ല. പഞ്ചി ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ ആണ് എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നോർമലി നമ്മൾ വെക്കുന്ന 100% ലൗഡ്നെസ്സിലും മുകളിൽ ഒരു 300% വരെയുള്ള ഓഡിയോ ബൂസ്റ്ററും ഇതിനകത്തുണ്ട്. Storms we chase are leading us, and love is all we'll ever try. 300% വോളിയം വെക്കുമ്പോഴും പതർച്ചയൊന്നും തന്നെ കാണുന്നില്ല. ഹൈറസ് ഓഡിയോ സർട്ടിഫൈഡ് ആണ്, വയേർഡ് ആൻഡ് വയർലെസ്. സ്മാർട്ട് ഫോണിനെ പവർ ചെയ്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസർ ആണ്. യെസ്, ഇതൊരു 4 നാനോമീറ്റർ പ്രോസർ ആണ്. AnTuTu സ്കോർ ഓൾമോസ്റ്റ് 4.4 lakhs മുകളിൽ വരുന്നുണ്ട്. ഡേ ടു ഡേ യൂസിന്, ചെറിയ ഗെയിമിംഗ് കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ. 4 നാനോമീറ്റർ പ്രോസർ ആയതുകൊണ്ട് തന്നെ വളരെ പവർ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോസർ ആണ്. പ്ലസ് 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവർ പറയുന്നത് 5000 mAh ഒരു ബാറ്ററി ഉണ്ടല്ലോ, ഇത് 4 കൊല്ലം യൂസ് ചെയ്താൽ പോലും 80% മുകളിൽ കപ്പാസിറ്റി ഉണ്ടാവും. അതുപോലെ സൂപ്പർ ബാറ്ററി സേവർ ഫീച്ചറും ഉണ്ട്. ബോക്സിനകത്ത് 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജറും കൊടുത്തിട്ടുണ്ട്. യെസ്, 44 വാട്ടിന്റെ ഫ്ലാഷ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. സ്മാർട്ട് ഫോണിനകത്തുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 14 ആണ്. പ്ലസ് ഫൺ ടച്ച് OS 14 വരുന്നുണ്ട്. 8GB റാം ആണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് പ്ലസ് ഒരു 8GB കൂടി എക്സ്റ്റൻഡഡ് റാം 3.0 ഫീച്ചറിലൂടെ കിട്ടും. പിന്നെ ഇതിന് റാം മാനേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആണ്. റാം സേവർ ഉണ്ട്. നമ്മുടെ ഫ്ലോട്ടിംഗ് വിൻഡോ ഫീച്ചർ ഒക്കെ ഉണ്ട്. അതായത് സ്മോൾ വിൻഡോ ഏകദേശം 12 എണ്ണം വരെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് സ്ക്രീന്, മിനി വിൻഡോ എന്നിങ്ങനത്തെ കുറേ അധികം സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഉണ്ട്. സ്മാർട്ട് ഫോണിന്റെ മിഡിലായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. വളരെയധികം ഫാസ്റ്റ് ആണ്. പ്ലസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ ഈ കാണുന്ന ലോക്ക് സ്ക്രീനിലെ ക്ലോക്കും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ ഒരു പോർട്രേറ്റ് സെൽഫി ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം വളരെ ഡീസന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. വിവോ സ്മാർട്ട് ഫോൺസിൽ ജനറലി സെൽഫീസ് ബെറ്റർ ആയിരിക്കും. അതിന് ഇതിനകത്ത് എന്താ പറയുക, അധികമായിട്ട് പൊട്ടിയിടുന്ന പരിപാടിയോ അതൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ സെൽഫീസ് ആർ ആബ്സല്യൂട്ട്ലി ഗുഡ്. ബാക്ക് സൈഡിൽ ക്യാമറ മോഡ്യൂളിൽ നിങ്ങൾക്ക് 3 റിംഗ്സ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിഡിൽ കാണുന്നതാണ് പ്രൈമറി മെയിൻ ക്യാമറ. 50 മെഗാപിക്സൽ ഒരു ക്യാമറയാണ്. 50 മെഗാപിക്സൽ ക്യാമറയിൽ ഇത്തരത്തിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട്സ് ആണ് നമ്മൾക്ക് വരുന്നത്. കൂടാതെ സ്മാർട്ട് ഫോണിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസിന് സഹായിക്കുന്ന ഒരു 2MP ബൊക്കെ ക്യാമറയാണ് മുകളിലായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് താഴെ കാണുന്നത് ക്യാമറ അല്ല, ഇതൊരു ഫ്ലിക്കർ സെൻസർ ആണ്. വീഡിയോയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 1080p 30 frames per second വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതാ ഒരു വീഡിയോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് vivo Y200e ബാക്ക് ക്യാമറയിലെ വീഡിയോ സാമ്പിളാണ്. ഈവൻ സ്മാർട്ട് ഫോണിൽ നൈറ്റ് ടൈമിൽ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ പോലെ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് 8GB റാമും 120GB സ്റ്റോറേജ് വേരിയന്റും ആണ് ഉള്ളത്. ഇതിന് താഴെ നിങ്ങൾക്ക് 6GB റാമും 120GB സ്റ്റോറേജ് വേരിയന്റും കൂടെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ആക്ച്വൽ പ്രൈസിങ് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ പ്രൈമർലി ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഫ്ലൈൻ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഓഫ്ലൈൻ ഓറിയന്റഡ് സ്മാർട്ട് ഫോൺസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കായിരിക്കും ഇതിന്റെ പ്രൈസിങ്ങും ഫീച്ചേഴ്സും എല്ലാം വരുന്നത്. പക്ഷേ വിവോക്ക് ഓൾമോസ്റ്റ് ഏകദേശം 650 കൂടുതൽ സർവീസ് സെന്റേഴ്സ് ഓൾ ഓവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർവീസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും വരില്ല. പിന്നെ കസ്റ്റമർ സപ്പോർട്ടും ഇവർ നല്ലതാണ്. ഈവൻ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഒക്കെ വരുന്നത്. സോ ഒരാൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്ന് നോക്കുന്നവർക്ക് വേണ്ടി ആയിരിക്കാം വിവോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയത്. ഈ വരുന്ന ഫെബ്രുവരി 27 ഇതിന്റെ സെയിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്.
ഇരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണെ പറ്റി എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.